ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ലീഗ്, വ്യക്തികളുടെ കൂടെയല്ല. സർവേകൾ ധാരാളം വരും, പല രൂപത്തിലും രൂപത്തിലും ഒക്കെ വരും. അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് UDFിലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നാണ്. ആ UDF എടുക്കുന്ന കൂട്ടായ തീരുമാനത്തിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് ഉണ്ടാവുക. മുന്നണി വിപുലീകരിക്കണം എന്ന് തന്നെയാണ് ലീഗിൻ്റെ ഉറച്ച അഭിപ്രായം. കാരണം ഈ ഭരണത്തിൻ്റെ ദുസ്സഹാവസ്ഥയിൽ നിന്നും കേരള ജനതയെ രക്ഷിക്കാൻ UDFിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ ചരടിൽ കോർത്തിണക്കി UDFിൻ്റെ കൂടെ നിർത്തണം. അങ്ങനെ UDFിൻ്റെ അടിത്തറ വിപുലീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം ലീഗ് അതിനു വേണ്ടി തന്നെ നിൽക്കും. അല്ല, അതെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ബാധകമാണ്. UDFിൻ്റെ നയങ്ങളുമായി യോജിച്ചു പോകാനും ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ അടിത്തറ വിപുലമാക്കാനും സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കൂട്ടിപ്പിടിക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം. അത് UDFിലെ മറ്റ് ഘടകകക്ഷികൾക്കും UDF വലുതാക്കണം എന്ന അഭിപ്രായം തന്നെയാണുള്ളത്. ആ അഭിപ്രായത്തിനനുസരിച്ച് UDF തീരുമാനമെടുത്ത് അതിൻ്റെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ടാവും. അല്ല, മുന്നണിക്കുള്ളിൽ ഭിന്നസ്വരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മുന്നണിയിലെ പാർട്ടികൾ അതായത് അതിൻ്റേതായ കാര്യങ്ങളിൽ തക്കതായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, അച്ചടക്കം നിലനിർത്തേണ്ടതുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പും ഭദ്രതയും നിലനിർത്താൻ എല്ലാ ഘടകകക്ഷികൾക്കും ബാധ്യതയുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത് കൃത്യമായി ചെയ്യും. സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്നത് ശരിയാണോ? സ്വയം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പലതരത്തിൽ ഇങ്ങനെ അല്ല, വ്യക്തികളുടെ ഓരോരോ നിലപാടുകളെക്കുറിച്ചും അഭിപ്രായങ്ങളെക്കുറിച്ചും ഒന്നും പറയാൻ ഞങ്ങളാളല്ല. ഞങ്ങൾ പൊതുവേ UDFിൻ്റെ ഒരു നയവും നിലപാടുമാണ് ഞാൻ പറഞ്ഞത്. അതിനനുസരിച്ച് മാത്രമേ മുസ്ലിം ലീഗ് നിലപാടുള്ളൂ. കോഴിക്കോട് സർവകലാശാലയിൽ MSF KSU തമ്മിലുള്ള തർക്കമുണ്ട്. ആ തർക്കം വഷളാവുകയാണോ? അല്ല, മുന്നണികളിലെ ഘടകകക്ഷികൾ തമ്മിലും ഘടകകക്ഷികളിലെ വ്യക്തികൾ തമ്മിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, അതിപ്പോൾ ഇവിടെ കുസാറ്റിൽ പിന്നെ KSUവിൻ്റെ കൂടെ MSF ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, ലീഗ് ഇല്ല, ലീഗിന് അങ്ങനെ അഭിപ്രായം ഇല്ലയെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല. പക്ഷെ സമസ്ത പ്രഖ്യാപിച്ച സമരത്തിൽ ലീഗില്ല. മുസ്ലിം ലീഗ് അത് സംബന്ധിച്ച് ആലോചിച്ച് കുറച്ചുകൂടി വ്യക്തമായ തീരുമാനം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ബന്ധപ്പെട്ട ആളുകളുമായി, മതപഠനം നടത്തുന്ന സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തിട്ടേ അത് സംബന്ധിച്ച് അവസാന നിലപാടിലേക്ക് ഗവൺമെൻറ് വരാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതിന് ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം 10,000-കണക്കിന് മദ്രസകൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അവരുടെ മദ്രസ പഠന സമ്പ്രദായത്തിന് അത് ഭംഗം വരുത്തും, ദോഷം വരുത്തും എന്നുള്ളത് കൊണ്ടാണ് അവരെ ചെയ്യുന്നത്. ഞങ്ങളത് തെറ്റ് കാണുന്നില്ല.